ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്നത് മനുഷ്യൻ പ്രവൃത്തിയിലൂടെയും കഴിവിലൂടെയും. അതായത് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് മനുഷ്യൻ പ്രവൃത്തിയിലൂടെയും കഴിവിലൂടെയും എന്നതാണ്. മനുഷ്യരെ അവരുടെ പ്രവൃത്തിയിലൂടെയും വീക്ഷിക്കുമ്പോൾ അവരെ മൂന്നായി തരംതിരിക്കാം. ഒന്ന്, ഉത്സാഹമുള്ളവർ. രണ്ട്, ഉത്സാഹമില്ലാത്തവർ അഥവാ ഉദാസീനരായവർ. മൂന്ന്, ഒന്നും ചെയ്യാത്തവർ. ഒന്നാമത്തെ വിഭാഗം ഉത്സാഹമുള്ളവർ. എന്തു തന്നെ അവർ ചെയ്താലും അത് വളരെ ഉത്സാഹത്തോടുകൂടി അവർ ചെയ്യുന്നവരായിരിക്കും. വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ശരിയെന്ന് കാണുന്നതിനെ തികച്ചും വിശ്വസിക്കുന്നവർ. അത് പ്രാർത്ഥനയിലായാലും വീട്ടിലെ ജോലിയായാലും അവൻ സമൂഹത്തിലെ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അവിടെയാണെങ്കിലും അവൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെയും അവൻ വളരെ ഉത്സാഹത്തോടു കൂടി മാത്രമേ ആ ജോലി അവൻ ചെയ്തു തീർക്കത്തുള്ളൂ. രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ആൾക്കാർ ഉത്സാഹമില്ലാത്തവർ അഥവാ ഉദാസീനരായവർ. അവർ എന്തു തന്നെ ചെയ്താലും താല്പര്യത്തോടുകൂടി ചെയ്യുന്നവർ ആയിരിക്കുകയില്ല. അവർ വീട്ടുജോലിയിൽ മുഴുകിയിരുന്നാലും അവരുടെ ജോലി സ്ഥലത്ത്, കമ്പനി ആയാലും ഗവൺമെൻറ് ജോലി ആയാലും അവർ ഉത്സാഹത്തോടുകൂടി ചെയ്യാത്തവരായിരിക്കും. അവരെ എന്തു തന്നെ ഏൽപ്പിച്ചാലും അതിനകത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുകയും അതിൻ്റെ വിഷമതയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. മൂന്നാമത്തെ വിഭാഗത്തിലുള്ളവർ ഒന്നും ചെയ്യാത്തവർ ആണ്. ഇവരെയാണ് ഏറ്റവും അധികം നാം സൂക്ഷിക്കേണ്ടത്. എല്ലാറ്റിനും കുറ്റം കണ്ടുപിടിക്കുകയും ഞാൻ മാത്രം മിടുക്കൻ, മിടുക്കി ആണ് എന്ന് കരുതി മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒരു ഇത്തിക്കണ്ണിയെ പോലെ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ അവരവരുടെ കുറ്റങ്ങൾ, അവരുടെ കുറവുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് എപ്പോഴും അവരെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ. ഇനി നമ്മൾ അല്പം മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യരെ അവരുടെ കഴിവിലൂടെ വീക്ഷിക്കുമ്പോൾ അവരെ നാലായി തിരിക്കാൻ നമുക്ക് സാധിക്കും. ഒന്നാമത്തേത്, അവന് അറിവില്ല എന്നത് അവനറിയില്ല. രണ്ടാമത്തേത്, അവന് അറിവുണ്ട് എന്നത് അവനറിയില്ല. മൂന്നാമത്തേത്, അവനറിയാം എന്നത് അവനറിയാം. നാലാമത്തേത്, അവന് അറിയില്ല എന്നത് അവന് അറിയാം. ഈ മനുഷ്യരെ നോക്കുമ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിലുള്ളവർ അവൻ വിഡ്ഢി തന്നെയാണ്. ജീവിതത്തിൽ അവന് ഒന്നും തന്നെ സാധിച്ചെടുക്കാൻ സാധിക്കില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ആദ്യത്തേത്. അതായത് അവന് അറിവില്ല എന്നത് അവൻ അറിയില്ല. രണ്ടാമത്തെ വിഭാഗത്തിലെ ആൾക്കാരെന്ന് പറയുന്നത്, അവരെ നോക്കുമ്പോൾ അവരും ജീവിതത്തിൽ ഒന്നും സാധിച്ചെടുക്കാത്തവർ ആയിരിക്കും. അതായത് അവന് അറിവുണ്ട് എന്നത് അവൻ അറിവില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരും ഒരു കാരണവശാലും ഒന്നും സാധിച്ചെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. മൂന്നാമത്തെ വിഭാഗക്കാർ ബുദ്ധിയുള്ളവരും ഈ ലോകത്തെ നയിക്കുന്നവരും ആയിരിക്കും. അതായത് അവൻ അറിയാം എന്നത് അവനറിയാം. നാലാമത്തെ വിഭാഗക്കാരാണ് നമ്മളെ പോലെയുള്ള ഓരോരുത്തരും. നമുക്ക് അറിയില്ല എന്നത് നമുക്ക് അറിയാം. നമ്മളത് തിരുത്താൻ ശ്രമിക്കും. വിശ്വാസമില്ലാത്തതും നമുക്ക് മറ്റുള്ളവർ, അതായത് ജീനിയസായ ആൾക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള കഴിവില്ലാത്തവരുമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവ് കുറവിനെ തിരുത്താൻ വേണ്ടി നാം ദൈവത്തിൽ ആശ്രയിക്കും. നാം നമ്മളെ തന്നെ തിരുത്തും. നോളജ് ഇല്ലാത്തവരാണ് എന്ന് തിരിച്ചറിയും. നമ്മൾ അതിനെയും തിരുത്തുവാൻ ശ്രമിക്കും. നമുക്ക് നോളജ് ഉണ്ടാക്കിയെടുക്കുവാൻ
നമ്മൾ ശ്രമിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ തിരുത്തിയവരെക്കുറിച്ച് നമുക്ക് നോക്കാം. ഏതാനും ചിലരെക്കുറിച്ച് മാത്രമേ പറയുവാനുള്ള സമയമുള്ളൂ. ഒന്നാമത്തത് മോശ. ദീർഘദർശിമാരുടെ ചെലവനായ മോശയ്ക്ക് തെറ്റുകൾ പറ്റി. എന്നാൽ അവൻ അതിനെ തിരുത്തുന്നതായി നാം കാണുന്ന ഒരു വേദഭാഗമുണ്ട്. പുറപ്പാട് പുസ്തകം 32 അധ്യായം 7 വാക്യം. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. 32 അധ്യായം 19 വാക്യത്തിൽ നമ്മൾ പിന്നെ മുമ്പോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ട് അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്നും എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വച്ച് പൊട്ടിച്ചു കളഞ്ഞു എന്ന് ഇവിടെ പറയുന്നുണ്ട്. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ട് ചുട്ടു അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചതായും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് മുമ്പോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അവൻ്റെ കോപം മൂലം അവൻ ആ പലക എറിഞ്ഞു പൊട്ടിക്കുകയും പിന്നീട് അതിൽ അവൻ പശ്ചാത്തപിക്കുകയും അവൻ തന്നെത്താൻ തിരുത്തുകയും മുമ്പോട്ട് മാറിക്കഴിയുമ്പോൾ അവൻ യഹോവയോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിലൂടെ അവൻ രണ്ടാമത് പലകകളുമായി അവൻ്റെ അടുത്ത് ചെന്ന് ആ കൽപ്പനകളെ എഴുതി വാങ്ങിക്കുന്നതായും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ശൗൽ രാജാവിനെ നോക്കുമ്പോൾ ആദ്യത്തെ ഇസ്രായേൽ രാജാവ് അവൻ യഹോവയുടെ വഴികളെ മറന്നു. അവൻ ആ സ്ഥാനത്തു നിന്നും നീക്കപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത് ദാവീദ് രാജാവ് നിബിയുമായിരുന്നവൻ. ആട്ടിടയനായിരുന്ന ഒരു ബാലനെ ദൈവം വിളിച്ച് രാജാവാക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. അവനിൽ നിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെയും അവൻ തന്നെത്താൻ തിരുത്തുകയും 73 സങ്കീർത്തനങ്ങളിലൂടെ അവൻ്റെ പ്രാർത്ഥനയിലൂടെ അവൻ തിരിച്ച് വളരെ ഉള്ളതായ ഒരു രാജാവായി തീരുന്നതായും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ദാവീദിന്റെ മകനായ ശലോമോൻ, സർവജ്ഞാനിയായ രാജാവ്, യഹോവയുടെ വഴികളെ വിട്ടപ്പോൾ അവന് ദോഷമുണ്ടായതായി നാം കാണുന്നുണ്ട്. പിന്നീട് നാം കാണുന്നത് യോന, ദൈവം കൽപ്പിച്ച സ്ഥലത്തേക്ക് പോകാതെ തർശീസിലേക്ക് ഓടിപ്പോയതിൻ്റെ പിന്നീടുണ്ടായ അവൻ്റെ ദുരനുഭവവും പിന്നീട് അവൻ തന്നെത്താൻ തിരുത്തുകയും തിരിച്ച് അവൻ നിനവയിലേക്ക് പോകുന്നതായും നാം കാണുന്നുണ്ട്. പൗലോസ്ലീഹായെ നാം നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതായ ശൗൽ, യേശു അവന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ പിന്നീട് അവനെ തന്നെ തിരുത്തുകയും അവൻ പൗലോസ്ലീഹ ആയി മാറുന്നതായും നാം കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെയും കഴിവിലൂടെയും നമ്മെ തന്നെ മനസ്സിലാക്കി തിരുത്തിയാൽ നമ്മൾ ദൈവത്തിൻ്റെ പൈതലായി ഈ ലോക ജീവിതം സുഖകരമാക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനായി ആത്മീയമായി വളരുന്നതിനും ബാക്കി വിശ്വാസത്തോടുകൂടി ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കിയതിന് ശേഷം നാം ദൈവപൈതലായി മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഈ ലോകത്തിൽ മാത്രമല്ല അവൻ്റെ വലത്തുഭാഗത്തിരുത്തക്കൊണ്ണം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.